ഇതാണ് എൻ്റെ ഫേവറേറ്റ് പെറ്റ്. ഇതാണ് എൻ്റെ ഏറ്റവും ചെറിയ പെറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പെറ്റ്. ഇന്ന് ഞാനൊരു ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആനയെ വരെ പെറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികൾ വരെ ഉണ്ട്. ഈ ലോകത്ത് ഏകദേശം 20 ലക്ഷം കോടി ഉറുമ്പുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ മനുഷ്യന്മാർ ഡെയിലി ലക്ഷക്കണക്കിന് ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലുന്നുണ്ട്. ഈ മനുഷ്യന്മാർ ചെയ്ത തെറ്റിന് ഞാനിന്നൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു ഉറുമ്പിന് ഒരു ബഫേ കൊടുക്കാൻ പോവാ. ബഫേ അതായത് ഞാൻ നോക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള കേബിളിൽ കൂടെ ഇഷ്ടം പോലെ ഉറുമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരെണ്ണത്തിനെ ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് വലിച്ചു. അതെന്താ, ഈ പട്ടിയെ പൂച്ചയെ മാത്രമേ പെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉറുമ്പിനെ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വഴിയെ പോയ ഒരു ഉറുമ്പിനെ കുറച്ച് പഞ്ചസാര കാണിച്ച് വശീകരിച്ചു. ഞാൻ ആ ഉറുമ്പിന് ഒരു പേര് വിട്ടു, അമൽ, ജെറാൾഡ്. ഇവന് മാത്രമല്ല, ഇവന്റെ അച്ഛനും അപ്പൂപ്പനും കൊച്ചുമക്കൾക്ക് വരെ 400 വർഷത്തേക്ക് തിന്നാനുള്ള പഞ്ചസാരയുണ്ട്. അങ്ങനെ അവനത് തിന്നു തീർക്കട്ടെ. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് പെറ്റ്. എന്റെ രണ്ടാമത്തെ പെറ്റാണ് ടാറാന്റുല. ഇതെനിക്ക് കുറച്ച് സമയം വേണം ഒന്ന് അഡാപ്റ്റ് ആവാൻ വേണ്ടിട്ട്. ഇങ്ങനെ പേടിക്കലടാ. 380 മില്യൺ വർഷം മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണിത്. എന്ന് വെച്ചാൽ ഡൈനോസസിനേക്കാളും മുമ്പ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലടാ, ഒന്നും പറ്റില്ല. നമ്മുടെ വീട്ടിൽ കാണുന്ന ചുക്കിലേക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഈ വരുന്ന സ്പൈഡർ സിൽക്ക് സെയിം ഡയമീറ്റർ ഉള്ള സ്റ്റീലിനേക്കാളും 5 ഇരട്ടി സ്ട്രോങ്ങർ ആണ്. വേണമെങ്കിൽ ഒരു ബോയിങ് 747 ഫ്ലൈറ്റ് വരെ പിടിച്ചു നിർത്താൻ കഴിവുണ്ട്. ടാറാന്റുല കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ വന്ന ഒരു സ്കോർപിയോൺ ആണ്. കാണുമ്പോ ഒരു വില്ലൻ ലുക്ക് ആണെങ്കിലും ആളൊരു പൂക്കിയാണ്. എന്ന് വെച്ചാൽ അധികം ചൊറിയാൻ നിൽക്കണ്ട, കാരണം ഇത് വെനമസ് ആണ്. എന്നെ ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്റെ ഫ്രണ്ടാണ്. എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, സാലി. ഹൈ. നിക്ക് ഇനിയാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പലരും മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു ജീവിയാണ് കഴുത. പക്ഷെ എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു. അതിന് എന്നെ ഇഷ്ടപ്പെട്ടു. കാരണം അത്ര നേരം ഓടിച്ചാടി പേടിച്ച് നടന്ന അവൻ ഞാൻ വിളിച്ചപ്പോ അടുത്തോട്ട് വന്നു. മോനെ മാമനിങ്ങോ? വേണ്ട ഇടിക്കൂടാ. ഇല്ല മോനുസേ ചക്കടു, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? അതൊരു കഴുതനെ കണ്ട മറ്റൊരു കഴുതക്കല് മനസ്സിലാവണം, അതാണ് അവിടെ നിന്നത്. മാമനാടാ മോനെ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കഴുതക്കുട്ടിയെ എടുത്തു. അത് കഴിഞ്ഞ് കുറെ നേരം കിളികളെ ഫീഡ് ചെയ്തു. ഈ കേജിനകത്ത് ഏറ്റവും വലിയ ജയന്റ് ആണ് ഈ ഒരു മുതല്. അടുത്ത ഒരു സ്പെഷ്യൽ ആളാണ്. കൈ വാശിയാണ് ആദ്യം. കുറച്ച് ഒന്നുകൂടി ഇടുന്നോരാണ്. മുക്കി പിടിച്ചാ പോരെ. ഇതാണ് കോയിക്കാർ ഫിഷ്. കയ്യങ്ങ് താഴത്തേക്ക് മല്ലാർക്ക് വെച്ചെടുത്തോ. ഇങ്ങനെ കൈ വെള്ളത്തിലേക്ക് ഇടുമ്പോ ഇക്കിളി എടുത്ത് പണ്ടാരടങ്ങും. ആൻഡ് ഇതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ മീനിന് അതിനെ ഫീഡ് ചെയ്യുന്ന ആളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ കാണാൻ പോയത് ഫ്ലൈയിങ് സ്ക്വിറലിനെയാണ്. ശരിയാ, എവിടെ മുള്ളി ചെറുതായിട്ടൊന്ന് മൂത്രമൊഴിച്ചു. അത് പേടിക്കാമല്ലോ, കുറച്ച് സ്മെല്ല് വരുമല്ലേ, നല്ല സ്മെല്ലുണ്ട്. ഒരു നല്ല വിഷമുള്ള പാമ്പിനേക്കാളും ഡേഞ്ചറസ് സാധനം എന്താണെന്നറിയോ? ടേക്കിംഗ് എ റോങ് കരിയർ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ലൈഫിൽ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബിൽഡ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് അമൃത ഓൺലൈൻ ബൈ അമൃത യൂണിവേഴ്സിറ്റി. അവരിപ്പോൾ ഡിഫറെന്റ് കോഴ്സസ് ലൈക്ക് MBA, MCOM, MCA ഒക്കെ ഓൺലൈനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. MBAയിൽ തന്നെ 10 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് AI, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ഇന്റർനാഷണൽ ഫൈനാൻസ്. അതുകൂടാതെ ഗ്രാൻഡ് തോട്ട് ആൻഡ് കൊളാബറേഷനിൽ MBA ഇൻ ഫിൻടെക്, ബിസിനസ് അനലിറ്റിക്സ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഗവേണൻസ്. ഇതെല്ലാം NAAC A++ അക്രഡിറ്റഡ് ആണ്. ആൻഡ് ഈ കോഴ്സസ് ഒക്കെ നോർമൽ കോഴ്സിനേക്കാളും 75% ചീപ്പർ ആണ്. അത് മാത്രമല്ല, സീറോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. May 31 മുന്നേ ജോയിൻ ചെയ്താൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും കിട്ടും. അപ്പൊ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. പിന്നെ ഞാൻ നേരെ പോയത് ഒരു അരയന്നത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ 3 പേരുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാസ് സ്റ്റോറി ഉണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇവർക്കൊരു തേപ്പ് സ്റ്റോറി പറയാനുണ്ടല്ലേ. നോർമലി ഈ അരയന്നത്തിന് ലൈഫ് ലോങ് ഒരു പാർട്ണർ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇതിലെ ഫീമെയില് വേറൊരു ചെക്കൻ വന്നപ്പം അവന്റെ കൂടെ പോയി അങ്ങ് സെറ്റിലായി.
ഇവരിങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവരാണെന്നുള്ള ലെവലാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. മൃഗങ്ങളുടെ ഇടയിലും ഇങ്ങനെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നേരെ പോയിട്ട് ഒരു ഇഗ്വാനേനെ എടുത്ത് തലയിൽ വെച്ചു. നല്ല രസമുണ്ട്. ഒരാമയെ വെച്ച് റേസ് നടത്തി നോക്കി. 1 2 3 ആമ ജയിച്ചു. ചോക്ലേറ്റ് ആണ് അവർ. ഇത് ഇവിടുത്തെ കുരങ്ങന്മാർക്ക് കൊടുക്കുന്ന ഫീഡാണ്. അങ്ങനെ കുരങ്ങന്മാരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കേജിലേക്ക് കയറി. ഇതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇവർ കാണുന്ന പോലല്ല, ഇച്ചിരി കുരുത്തക്കോട് കൂടുതല. അതെ അല്ലേ? ആദ്യം മേലേക്ക് മൂത്രം വയ്ക്കുക, കാസ്റ്റ് എടുത്ത് വലിച്ചെറിയുക, അങ്ങനത്തെ പരിപാടിക്കുന്നു. ഇവർക്ക് ദേഷ്യം വന്നാൽ ഇവരൊന്നും ചെയ്യും. ആദർശിന് അതേ സ്വഭാവം. ഇപ്പൊ ഈ നിൽക്കണതും സേഫ് അല്ല, അവൻ അവിടെ നിന്നൊരു മൂത്രം വയ്ക്കാൻ ഇപ്പൊ ആർക്കാ കൊടുക്കുക? ആശുപത്രി ചാടിക്കും. അതിന് പൊതുവെ ആൾക്കാരായിട്ട് അത്ര മിങ്കിളാവാറില്ല. ഫീമെയിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കൊള്ളാം. അവർ മൊത്തത്തിൽ പേടിപ്പിച്ചില്ലേ? ഇനിയിപ്പോ ഞാൻ കുറച്ച് എക്സോട്ടിക് പെറ്റ്സിനെ കാണിച്ചു തരാം. പേടിക്കാന്നില്ല. ഇതിന്റെ പേര് മെക്സിക്കൻ ബ്ലാക്ക് സ്നേക്ക് എന്നാണ്. മെക്സിക്കൻ ബ്ലാക്ക് സ്നേക്ക്. എനിക്ക് അവനെ പേടി. അതിനെ വേണ്ട, ഞാൻ ഓടിഞ്ഞല്ലോ. ഇച്ചിരി ആക്റ്റീവാന്നുള്ളൂ, വല്ലപ്പോഴും ഒന്ന് കടിക്കും, അത്രയൊക്കെ ഉള്ളു. എല്ലാവരും നന്നായി വരൂ സുഹൃത്തുക്കളെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് ഞാൻ അവിടെ ബംഗാൾ ക്യാറ്റിനെ കണ്ടു. പിന്നെ പേരറിയാത്ത കുറെ ബ്രീഡിനെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് കുതിരേനെ ഫീഡ് ചെയ്തു. നൂറ, ഇത് നൂറ. അത് ഹൈറ. ഹൈറ കം അല്ലെങ്കിൽ പിന്നെ ഒരു ഒട്ടകത്തിനെ വരെ ഫീഡ് ചെയ്തു. ഫൈനലി ഞാനൊരു ഡേ ഫുള്ള് ഈ ആനയുടെ പാപ്പാനായിട്ട് ജോലി ചെയ്യാൻ പോവാണ്. വലിയ ഗെറ്റപ്പ് ഒന്നും വേണ്ട, എന്നെ കൊണ്ട് ഇവരെ തീറ്റ വെട്ടിച്ചു, പിണ്ടം വരെ വാരിപ്പിച്ചു. ഇതാണ് ആനയുടെ ഒന്നാം പാപ്പാൻ, കുഞ്ഞുമോൻ ചേട്ടൻ. ആദ്യം മുടി വെട്ടണം. ആദ്യം മുടി വെട്ടി നമുക്ക് നല്ലൊരു ലുക്കായിട്ട് നടക്കും. ഓക്കെ. ഫസ്റ്റ് തന്നെ ചേട്ടൻ എനിക്ക് റൂൾസ് ഒക്കെ പറഞ്ഞു തന്നു. അടിപൊളി, ചുമ്മാ കളിയാക്കാൻ പറഞ്ഞല്ല. ആദ്യം തന്നെ ആനയുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് കയറി കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആനയെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് പഴമൊക്കെ കൊടുത്തു. പേടിയുണ്ട്, എന്നാലും 2001 ഈ ഒരു ആനയെ വാങ്ങുന്നത്. ഇന്ന് ഇത് വാങ്ങുമ്പോൾ ഇന്ന് 4 പൈസയേ ഉള്ളൂ. ഇനി ആദ്യത്തെ എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ആനയെ കുളിപ്പിക്കണം. ഇത് കാണുന്ന പോലൊന്നുമല്ല, നല്ല പണിയാണ്. ഏകദേശം 2 മണിക്കൂർ എടുക്കും ഇതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ. ഒരു ആന ഒരു ദിവസം ഏകദേശം 250 കിലോ ഫുഡെങ്കിലും കഴിക്കും. എന്ന് വെച്ചാൽ അടുത്ത എന്റെ ജോലി ഇതിന് തീറ്റ തേടി പോവാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണേ. ഇപ്പൊ നമ്മളൊരു വനയിലെ കൈ കെട്ടാൻ പോകും. ഓക്കെ, അത് ഞാൻ പെട്ടെന്ന്. ഈ കാണുന്ന പനയുടെ മണ്ടയ്ക്കൊന്നും വേണം പന വെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഗ്രൗണ്ട് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നീ നോക്കി നിൽക്കണോ? പണിയെടുക്കുന്ന ആരാ? അങ്ങനെ പനയൊക്കെ വെട്ടി സെറ്റാക്കിയിട്ട് ഞങ്ങൾ നേരെ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ വലിയ രസമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഫൈനലി തിരിച്ച് സ്പോട്ടിലെത്തി. ഈ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ജോലിക്ക് ഹാർഡ് വർക്കും ഉണ്ട്, പിന്നെ കുറച്ച് റിസ്ക്കും ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മറ്റാരും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുക. കഴിയുന്നെങ്കിൽ ആർക്കെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. പക്ഷെ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു ആനയുടെ അടുത്ത് പോകാനായിട്ട്. പക്ഷെ ഇപ്പൊ പേടിയൊക്കെ മാറി, എന്നാലും കൈയൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ജീവികളെ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ മൃഗങ്ങൾക്ക് നമ്മൾ ആരാണെന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ആൻഡ് ബൈ ദ വേ, നമ്മുടെ കാണാതെ പോയ ജെറാൾഡിനെ ഞാൻ ആനപ്പുറത്ത് വെച്ച് പിന്നെയും കണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിടത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കുക. ഞങ്ങളോ? 1 2 3 4 6 പേര്.
വീട്ടിലോ? വീട്ടിൽ 5-6 പേരുണ്ട്.